നമ്മളെ ഈ ഒരു പോഡ്കാസ്റ്റിൽ പൂർണ്ണമായിട്ടും ദുബായിലെ ബിസിനസ് സാധ്യതകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ റിയാസ് ഭായിനെ സംബന്ധിച്ചിടത്തോളം റിയാസ് കിൽട്ടൺ ബിസിനസ് സെറ്റപ്പ് ഇത്രയും വർഷത്തെ ഒരു ജേണി ആകുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അതാണ് നമ്മൾ തമ്മിലുള്ള ഏറ്റവും വലിയ കണക്ഷൻ. പരിധിയിൽ നിങ്ങളുടെ പരിധിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അതായത് നിങ്ങളുടെ ഒരു പോഡ്കാസ്റ്റ് ഒരു എളിമത്തം കൊണ്ട് വാട്ടെ എന്ത് വാട്ടെ. അപ്പം ഞാനത് ചോദിക്കാൻ മനസ്സിലായി. ഇപ്പം നമ്മുടെ നാട്ടിൽ എൻ്റെ പ്രിയ സുഹൃത്തായ ബാസിത്ത് ഒരു ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. നല്ലപോലെ ചെയ്യുന്ന ടെറാഫൈൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. ഞാൻ എക്സാമ്പിൾ ബാസിത്തിനെ വെച്ച് പറയാം. ബാസിത്ത് ഈ പ്രൊഡക്റ്റുകൾ ഇറക്കുന്നത് പുറത്തുനിന്നാണ്, ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇറാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ദുബായ് വഴി വന്നിട്ടാണ് നാട്ടിലെത്തുന്നത്. അത് നല്ലൊരു സോഴ്സിൽ നിന്നാണ് അവനെ സാധനം ചെയ്യുന്നത്. അപ്പോൾ ബാസിത്തിനെ സംബന്ധിച്ചിടത്തോളം ബാസിത്തിന് ഈ പ്രൊഡക്റ്റ് എൻ്റെ ഒരു ട്രേഡ് ദുബായിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള മേഖലയാണെന്ന് തോന്നുന്നു. എന്തൊക്കെ എക്സ്പെൻസുകളാണ് ബാസിത്തിന് വരുന്നത്? ബാസിത്തിന് നിങ്ങൾ അഡ്വൈസ് കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്? ബാസിത്തിന് അഡ്വൈസ് കൊടുക്കണമെങ്കിൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. ജിപ്സം പ്ലാസ്റ്റർ ആണ്. ഓക്കെ, ഇപ്പോൾ ഇറാൻ പോലുള്ള ഒരു കൺട്രി എന്ന് പറയുന്നത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ദുബായിട്ട് പല പ്രൊഡക്റ്റിൽ കൊണ്ടുവരാനും ട്രേഡ് ചെയ്യാനൊക്കെ. ശരി, അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പ്രോഡക്റ്റിൽ ഇപ്പം കുറേ, അതായത് ഒരുപാട് റിസോഴ്സസ് ഉള്ള കൺട്രിയാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറാന് പിന്നെ പല സാധനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലേക്കും പല തരത്തിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്ന് ഡേറ്റ്സ് നന്നായിട്ട് ഇപ്പം വരാൻ തുടങ്ങിയിട്ട് നല്ല ഡേറ്റ്സ് വരുന്നുണ്ട് ഇന്ത്യയിലോട്ട്, ഡയറക്റ്റ് തന്നെ വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇറാനിന്നാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് യൂറിയ വരുന്നത്, യൂറിയ ഗ്രാനുൾസ്. അപ്പോൾ അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്, ഒരുപാട് പിന്നെ റിസോഴ്സസ് ഉള്ള. എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഇപ്പം ഇന്ത്യയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ട്രേഡിംഗ് ആണോ അതല്ല പുള്ളി ഈ കോൺട്രാക്ടിങ് വർക്ക് എടുക്കാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അറിയണം. ഒന്നാമത്തെ കേസ് അല്ല, ഈ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഏറ്റവും ഒരു ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജിപ്സം പ്ലാസ്റ്ററിങ് ട്രേഡിങ്ങിനേക്കാൾ ഉപരി കോൺട്രാക്ട് വർക്ക് എടുക്കുക ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവനെ സംബന്ധിച്ചിടത്തോളം. യു എയിൽ അതിന് വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ട് കോൺട്രാക്ടിങ് ബിസിനസ്സിൽ. പിന്നെ ഞങ്ങളുടെയൊക്കെ ഓഫീസിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ലൈസൻസ് ഉണ്ടാക്കുന്നത് ടെക്നിക്കൽ സർവീസസ് എന്ന് പറഞ്ഞൊരു ലൈസൻസ് ആണ്. അത് ഈ ടെക്നിക്കൽ സർവീസ് ആണ് ഇതുപോലെ ജിപ്സം പ്ലാസ്റ്റർ, അതുപോലെ പാർട്ടീഷൻസ് ചെയ്യുന്നവർ, സീലിംഗ് വർക്കുകൾ ചെയ്യുന്നവർ, അങ്ങനെ ഈ സബ് കോൺട്രാക്ടിങ് വർക്ക് എന്നാണ് ഒരു നമ്മൾ കോമൺ ആയിട്ട് പറയാറ്. വലിയ ബിൽഡിംഗ് വർക്ക് നടക്കുമ്പോൾ അതിനകത്ത് വരുന്ന സബ് കോൺട്രാക്ടിങ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ഇതൊക്കെ. അതിനകത്ത് പിന്നെ സ്വിമ്മിംഗ് പൂളുമായി ബന്ധപ്പെട്ട ടൈൽസ് ഉണ്ടാവും. ഇവരുടെ ടൈൽസ് ഏതൊക്കെ ടൈപ്പാന്നുള്ള അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ. അപ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തിന് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. അതായത് ഒന്നാമത്തത് ട്രേഡ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഇന്ത്യയിൽ അദ്ദേഹം ട്രേഡ് ചെയ്യാനോ അതല്ല കോൺട്രാക്ടിങ് വർക്ക് എടുക്കുന്നുണ്ടോ? ഇന്ത്യയിൽ അദ്ദേഹം കോൺട്രാക്ടിങ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പം സ്വന്തം പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് ആ കോൺട്രാക്ടിങ് വർക്കിൽ യൂസ് ചെയ്യുന്നു അല്ലേ? അപ്പൊ ദുബായെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും കൂടി ഒരു ലൈസൻസിൽ പറ്റില്ല. അതാണ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള അഡ്വൈസ്. അതായത് ഇപ്പൊ അദ്ദേഹം ഫോർ എക്സാമ്പിൾ ഇറാനിൽ നിന്ന് സാധനം ദുബായിലേക്ക് ഇറക്കണമെങ്കിൽ വേറൊരു ലൈസൻസ്, അതായത് ട്രേഡിംഗ് എന്ന് പറയുന്ന ബൈ ആൻഡ് സെൽ, അതിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഉണ്ടാവും. അതുപോലെ അവർക്ക് വെയർ ഹൗസ് എടുക്കാം, സ്റ്റോറേജ് വെക്കാം. അതാണ് ഒരു ട്രേഡിംഗിന്റെ മെത്തേഡ്. എന്ത് പ്രൊഡക്റ്റ് ആയാലും വാങ്ങാം, വിൽക്കാം. അതിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട്, ഇന്റർനാഷണൽ എക്സ്പോർട്ട് ചെയ്യാം. അതുപോലെ B2B കൊടുക്കാം, B2C കൊടുക്കാം. B2C എന്ന് പറഞ്ഞാൽ പ്രൊജക്ടുകളിലേക്ക് കോൺട്രാക്ടർക്ക് ഡയറക്റ്റ് സൈറ്റിൽ എത്തിച്ചു കൊടുക്കാം. ഇതെല്ലാം ട്രേഡർക്ക് പറ്റും. പക്ഷെ ഒരു കോൺട്രാക്ടിങ് കമ്പനി, അതായത് ഇങ്ങനെയുള്ള സബ് കോൺട്രാക്ടിങ് കമ്പനി എടുത്താൽ അതിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് കിട്ടില്ല. പിന്നെ കിട്ടും, നമ്മുടെ ഓൺ പ്രൊജക്ടിന് വേണ്ടി ചില സാധനങ്ങൾ ഇറക്കാമെന്നുണ്ട്, ഒരു അണ്ടർടേക്കിംഗ് ലെറ്റർ കൊടുത്തിട്ട് വാങ്ങുന്നതാണ് നമ്മൾ. പക്ഷെ ഇത് രണ്ടും കൂടി ഒരു ലൈസൻസിൽ ക്ലബ് ചെയ്യാൻ പറ്റില്ല ദുബായിൽ. പറ്റില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ചുരിദാർ വാങ്ങുന്ന ഒരു ഷോപ്പിൽ പോയാൽ നമ്മുടെ നാട്ടിൽ ചുരിദാർ വാങ്ങുക, വിൽക്കുക, അതായത് ഒരു ഷോപ്പ് ഉണ്ടാവും. അത് കൂടാതെ സ്റ്റിച്ചിങ്ങും കാണാം, നമ്മുടെ നാട്ടിലുണ്ട്. ദുബായിൽ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് സർവീസ് സെക്ടറിലുള്ള ഒരു പ്രൊഫഷണൽ ആക്ടിവിറ്റിയാണ്. അപ്പൊ ടൈലറിംഗ് എന്നുള്ള ആക്ടിവിറ്റീസ് ഒരു ലൈസൻസ് എടുക്കണം. ഈ ചുരിദാർ വാങ്ങാൻ വിൽക്കുന്ന റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ട്രേഡിംഗ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ട്രേഡിംഗ് ലൈസൻസിനാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഉള്ളൂ. ടൈലർക്ക് എന്തിനാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്? അവിടെയാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത്. അപ്പൊ രണ്ടും കൂടി ഒരു ലൈസൻസിൽ തരുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല. ചില പിന്നെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമുക്ക് ട്രേഡിങ്ങും പ്രൊഫഷണൽ ലൈസൻസ്, അതായത് രണ്ടും കൂടിയിട്ട് നമുക്ക് സർവീസ് സെക്ടറൊക്കെ കൂടി മെർജ് ചെയ്തിട്ട് ഫ്രീ സോൺസിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇദ്ദേഹത്തിന് ഫ്രീ സോൺ എടുത്തുകൊണ്ട് കാര്യമില്ല, കാരണം ഇദ്ദേഹത്തിന്റെ ക്ലയൻസ് മെയിൻലാൻഡാണ്. ഈ ടൈല് കൊണ്ടുവന്ന് വർക്ക് നടക്കുന്നത് മെയിൻലാൻഡിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻലാൻഡിൽ പുള്ളിക്ക് 2 ലൈസൻസ് ആണ് ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലാണത് ഇപ്പൊ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ലൈസൻസ് ഒന്നും
അതുപോലെ തന്നെ ഈ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്നത് വേറെ ലൈസൻസ്. അതെ. അതായത് ട്രേഡിംഗ് ലൈസൻസിൽ മേസൺ, പ്ലംബർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ടൈൽ വർക്കർ എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് വിസ കിട്ടില്ല. വിസ കിട്ടണമെങ്കിൽ മറ്റേ ലൈസൻസിലേ കിട്ടുള്ളൂ. കോൺട്രാക്ടിങ് വർക്ക് എന്ന രൂപത്തിലേ കിട്ടുള്ളൂ. അതെ. അപ്പൊ അതിന് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. ഇല്ല വളരെ ഏതിലാണ് ഇപ്പൊ ട്രേഡിംഗ് ലൈസൻസ് ആയാലും. ഇയാൾ ജിപ്സം പ്ലാസ്റ്ററിങ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇയാൾ ഇറാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു. ഇയാൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇയാൾക്ക് അവിടെ വർക്കേഴ്സിനെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ലൈസൻസിന് വേറൊരു എമൗണ്ടും ഈ കോൺട്രാക്ടിങ്ങിന് വേറൊരു എമൗണ്ടും വേണമല്ലോ. വേണ്ട, അതിന് അദ്ദേഹത്തിന് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ട്രേഡിങ് ഈ മേഖലയിലുള്ള ആളുടെ ലൈസൻസ് യൂസ് ചെയ്യാം. പുള്ളിയുടെ കോർ ഏരിയ വർക്കാണ് എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 80 നമ്മൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈസൻസ് മാനേജ് ചെയ്യണമെന്നില്ല. നമുക്കത് പിന്നെ ഒരു വെക്കാം. പിന്നെ അത് കൂടാതെ പ്രൊജക്ട് ബേസിസിൽ നമുക്ക് ആ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള സ്പെഷ്യൽ പെർമിഷൻ നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും. ഈ സെയിം ലൈസൻസ് തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് എടുത്തു കൊടുക്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവന് ഉപകാരപ്രദമാകട്ടെ. പിന്നീട് അദ്ദേഹത്തിനെ കാണുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇപ്പൊ പുള്ളി കാണുകയാണെങ്കിൽ പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ അതുമായി കണക്ട് ചെയ്ത് പറയാനുണ്ടാവാം. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അഡ്വൈസ് കൊടുക്കാനായി സാധിക്കും. അപ്പോൾ നമ്മൾ ഇതൊരു എക്സാമ്പിളാണ്. ഇതേപോലെ ചെയ്യുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആകട്ടെ. അപ്പോൾ താങ്ക് യു. വീണ്ടും ഇരിക്കാം. താങ്ക് യു.